റെഡി അല്ലേ? ഓക്കെ, ഞാനത് ഇൻട്രോ പറയാം, എന്നിട്ട് നീ ഗസ്റ്റിലേക്ക് ബാൻ ചെയ്തു. റോളിംഗ് ആണോ? ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മീഡിയ വൺ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നർമ്മത്തിൻ്റെ ഇരട്ട സഹോദരങ്ങളായ ഇജാസ് ഇക്ബാലാണ്. ലെറ്റ്സ് വെൽക്കം ഇജാസ് ഇക്ബാൽ. മറ്റേ ആൾ വന്നില്ലേ? അല്ല, നിങ്ങൾ അനിയൻ? അല്ല, ഞാൻ ഒരാളേ ഉള്ളൂ. ഒരാളേ ഉള്ളൂ? അല്ല, ഞാൻ തന്നെയാണ് രണ്ടാളും. അങ്ങനെയാണല്ലേ? ഡബിൾ റോൾ ആണോ അത്? അതെ. അത് ശരിയാ. എടാ, മൊണ്ടാച്ചിട്ടു. മീൻ പിടിക്കുക തോട്ടില്. ക്യാമറന്റെ മുന്നിൽ വന്നുള്ള ഒരു പരിപാടിയില്ല. ജാസ്റ്റ് തന്റെ റീലല്ല, ഒരു സബ്സ്ക്രൈബർ ഒരു ഉറുപ്പ്യ വെച്ച് വന്നാൽ പോരെ. 2 ലക്ഷം ആളുടെ 2 ലക്ഷം റുപ്യയില്ല. ഇത് രണ്ടാളാണ്. ഒരാള് ചെയ്യാന്നുള്ള ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യാണെന്നൊക്കെ പറഞ്ഞു. ഇജാസിന് ഇപ്പൊ 2.5 ലക്ഷം റുപ്യൊക്കെ മാസം കിട്ടൂല. എന്താലേ സുഖല്ലേ? ഞെട്ടിപ്പോയി. നമുക്ക് ഭയങ്കര അത്ഭുതം. ഇത്രയും പൈസ ഉണ്ട് എന്റെ കയ്യിൽ. ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ കൊടുക്കാൻ. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാല്, ഇതുപോലെ ആൾക്കാർ ചോദിക്കാറുണ്ടോ ഇങ്ങനെ അനിയൻ വന്നില്ലേ, അതല്ലെങ്കിൽ മറ്റയാളെവിടെ എന്നൊക്കെയുള്ള രീതിയിൽ? എങ്ങനെയാണത്? അതിപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ പുറത്തെന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് റോട്ടിന്ന് കാണുമ്പോഴും എപ്പോഴും പെട്ടെന്ന് ചോദിക്കുക അനിയനില്ലേ, അല്ലെങ്കിൽ മറ്റേ ആളെവിടെ, കുട്ടിമാനെവിടെ, പിന്നെ ചില ആൾക്കാർ തൊപ്പിട്ട ആളെവിടെ. നമ്മൾ പല സ്ഥലത്തും പറയലുണ്ട്, ഈ കമന്റ് ബോക്സിലും കാര്യത്തിലൊക്കെ നമ്മൾ പറയലുണ്ട് ഒരാളെ ഉള്ളൂ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുത്തുന്നില്ല. എനിക്ക് അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇരട്ട മൂവിയിലുള്ള ജോജുവിന്റെ ആ സാധനം, അത് രണ്ടുപേരും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളില്ല, ഇതുപോലെ ഭയങ്കരമായിട്ട് ആ സിമിലാരിറ്റി വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഇരട്ട അല്ലെങ്കിൽ ഡബിൾ റോൾ എന്നുള്ള രീതിയിലേക്ക് എത്തിയത് നമ്മൾ? അല്ല, അതങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്തതല്ല. നമുക്ക് വീഡിയോസ് ചെയ്ത് തുടങ്ങിയപ്പം ഒരു ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ ആണല്ലോ. എന്റെ വീട്ടിൽ 2 അനിയന്മാരുണ്ട്. പക്ഷെ രണ്ടാളും ക്യാമറയുടെ മുന്നിൽ വരാൻ തയ്യാറല്ല. പിന്നെ വൈഫാണെങ്കിലും അത്ര ഇൻട്രസ്റ്റഡ് ഒന്നല്ല മീൻസ് മുന്നിൽ ചെയ്യാനായിട്ട്. എല്ലാവരും സപ്പോർട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇനി ഒരു ഓപ്ഷൻ ഉള്ളത് നമ്മൾ രണ്ടാളാവുക. അപ്പൊ അതിലെന്താണ് ചെറിയൊരു അപ്പിയറൻസിൽ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞപ്പം ഒരുപാട് വേറെ ടെക്നോളജി ഒന്നും യൂസ് ചെയ്തൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ, നമുക്കൊരു ഫോണിലല്ലേ ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ തോന്നിയൊരു കാര്യമാണ് ഒരു തൊപ്പി ഇട്ടിട്ട് ജസ്റ്റ് വേറെ അപ്പിയറൻസിൽ ഒരു ചേഞ്ചും ഇല്ല, ഈ മുഖം തന്നെയല്ലേ അപ്പുറത്തുള്ള ഒരു ക്യാപ്പ് വെക്കുക. പിന്നെ അയാളുടെ ജസ്റ്റ് ഡ്രസ്സിങ്ങിലും പിന്നെ ചെറുതായിട്ട് മാനറിസത്തിലും പിന്നെ സൗണ്ടിൽ പോലും ചെറിയൊരു പൊടിക്ക് ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പൊ ആ ഒരു സാധനം മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്തു. ഈ അനിയൻ ഏട്ടൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇല്ല, അനിയൻ തന്നെ ഉണ്ടായിരുന്നത്. ഇല്ല, അനിയൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിട്ട് ചെയ്തതല്ല സംഗതി ശരിക്ക്. പക്ഷെ നമ്മള് ലോക്ക്ഡൗണിൽ ചെയ്യുന്ന സമയത്ത്, അന്നാണ് ഇതൊക്കെ ചെയ്തു തുടങ്ങി. ആ സമയത്ത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് കൂടുതൽ കണ്ടന്റുകൾ ചെയ്തു തുടങ്ങി. അപ്പൊ വീടിന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് വീട്ടിലെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ അത് അൺഫോർച്ചുനേറ്റ്ലി അനിയൻ എന്നുള്ള ക്യാരക്ടറാണ് ആയതാണ്. പിന്നെ നമ്മൾ അനിയൻ അല്ലാത്ത കുറെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ. അതെന്താ വെച്ചാല് കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ അനിയൻ അല്ലാതെ ഡോക്ടറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ തന്നെ അറിയാണ്ട് കുറെ സാധനങ്ങൾ ഈ ഓഡിയൻസ് എന്നുള്ള അനിയൻ ചെക്കൻ എന്നുള്ള വിളി വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ അറിയാണ്ട് തന്നെ ശരിക്കും ആ തൊപ്പിയിട്ട ക്യാരക്ടർ അനിയൻ ചെക്കനായി. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കണ്ടന്റ് ഒക്കെ കുറെ ഏട്ടൻ അനിയൻ സാധനങ്ങളിലേക്ക് ഇങ്ങനെ, സത്യം പറഞ്ഞാൽ ഞാൻ ആ ലൂപ്പിൽ കുടുങ്ങിപ്പോയതാ ഏട്ടൻ അനിയൻ എന്നുള്ള. ഞാൻ അത് ബ്രേക്ക് ചെയ്തത് ആക്ച്വലി ഒരു സമയത്ത് ഒരു സീരീസ് ഓഫ് റീലുകൾ എൻ്റെ ഏട്ടൻ അനിയൻ എന്നുള്ള കണ്ടന്റിന്റെ ഉള്ളിൽ ഒതുങ്ങി. അപ്പൊ എനിക്കത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാനത് ബ്രേക്ക് ചെയ്തതാണ് റേഷൻ കടന്റെ ഒരു റീൽ ചെയ്തത്. അപ്പൊ അത് ഞാൻ പർപ്പസ്ഫുള്ളി ഈ ഒരു ഏട്ടൻ അനിയൻ എന്നുള്ള സാധനം ബ്രേക്ക് ചെയ്തതാ. കാരണം നമ്മുടെ ഫോളോവേഴ്സ് ഓരോ ദിവസം പുതിയ പുതിയ ആളുകൾ വരുന്നതാണല്ലോ. അപ്പൊ അവര് ചില ആൾക്കാർ വിചാരിക്കും ഇത് ശരിക്കും ഏട്ടൻ അനിയനാണ്, ചില ആൾക്കാർ വിചാരിക്കും ഇയാള് ഈ വീട്ടിലെ സംഭവങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ചാനലാന്നൊക്കെ. അപ്പൊ എനിക്ക് അതിലിങ്ങനെ കമന്റ് ബോക്സിലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഈ അനിയൻ ഏട്ടൻ എന്ന് വരാൻ തുടങ്ങിയപ്പോൾ വെറൈറ്റി ഒന്ന് മാറ്റി പിടിക്കണം. ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് അങ്ങനെ വരാനുള്ള ഒരു കാരണം? കണ്ടന്റ് ക്രിയേഷനിലേക്ക് സത്യം പറഞ്ഞാൽ കോവിഡ് ആണ് കാരണം, ലോക്ക്ഡൗൺ. കാരണം ലോക്ക്ഡൗണിൽ ആ വീട്ടിൽ സ്റ്റക്കായ സമയത്താണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ അന്ന് ടിക്ടോക്ക് ഇതിലൊക്കെ കണ്ട വോയിസ് ഓവർ ലിപ്പ് വെച്ചിട്ട് ചെയ്തു തുടങ്ങിയതാണ്. ഡയലോഗുകൾക്ക് ലിപ്പ് കൊടുത്തിട്ട് പിന്നെ അത് നല്ല ഒരു ഓൺ വോയിസ് സാധനത്തിലേക്ക് കണ്ടന്റ് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ചെയ്യാന്നൊക്കെ ഉള്ളൊരു ഐഡിയ തോന്നി. എന്റർടൈൻമെന്റ്, നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് തുടങ്ങിയ സംഗതിയാണ് സത്യം പറഞ്ഞാൽ. സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ കൺസെപ്റ്റുകളോ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്?
അത് ഈ ഐഡിയേഷൻ, സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഈ പരിപാടികളൊക്കെ എങ്ങനെ? സത്യം പറഞ്ഞാൽ നമ്മളെ ബേസ് നാടകം, നാടകം, സ്കൂൾ നാടകങ്ങളില് കലോത്സവങ്ങളിൽ അങ്ങനെ കല അവിടുന്ന് തുടങ്ങുന്നുണ്ട്. അതെ, അവിടെയാണ് നമ്മളൊരു സ്റ്റാർട്ടിങ്. 4ാം ക്ലാസ് മുതൽ ആക്റ്റീവായിട്ട് നാടകത്തിലും മോണോ ആക്ടിലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു +2 അതേപോലെ ഡിഗ്രി ലൈഫിലും നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബ്രേക്കായി നമ്മൾ കരിയർ, ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഇപ്പോൾ ഈ വീഡിയോന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് അങ്ങനെ ചോദിച്ചാൽ? വീഡിയോന്റെ പിന്നിൽ സത്യം പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഞാനും അനിയനും തന്നെ. ചെറിയ അനിയനുണ്ട്, ആളാണ് എനിക്ക് വീഡിയോസ് അന്ന് മുതലേ എടുത്തിരുന്നത്. എഡിറ്റിങ് അവനും ഞാനും ഒക്കെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ നോക്കി പഠിച്ചത് തന്നെയാണ്. ഞാനും എഡിറ്റ് ചെയ്യും, അവനും എഡിറ്റ് ചെയ്യും. പിന്നൊക്കെ കൂടുതൽ എഡിറ്റ് ചെയ്യുക അനിയനാ. അവനാണ് കുറച്ചും കൂടി ആ കാര്യത്തിലൊക്കെ ഇൻട്രസ്റ്റഡും. ഡിസൈനിങ്ങും എഡിറ്റിങ്ങും ഒക്കെ അവനാ കൂടുതൽ ചെയ്യുക. പക്ഷെ ആളില്ലെങ്കിലും ഇപ്പൊ ഈ നമ്മൾ പറയല്ലോ, ഹോട്ടലിൽ പൊറോട്ട ചുടാൻ ആളില്ലെങ്കിൽ ഓണർക്ക് പൊറോട്ട ചുടാൻ അറിഞ്ഞാൽ പരിപാടി മുന്നോട്ട് പോകും. അതേമാതിരി ഓൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എഡിറ്റിംഗ് നമ്മളും ചെയ്യും. ഇപ്പൊ ഞാൻ വിദേശത്ത് പോയ സമയത്തൊക്കെ വൈഫാ കൂടെ ഉണ്ടാകുക. വൈഫാണ് ക്യാമറ ചെയ്തു തരും, ഞാൻ എഡിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആ ആംഗിൾസ് പറഞ്ഞു കൊടുക്കും, കോള് റെക്കോർഡ് ചെയ്തു തരും, നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യും. എല്ലാവരും നമ്മളെ പ്രൊഡക്ഷൻ ടീമാണ്, എല്ലാവരും ടീമാണ്. ഇപ്പോ എന്താ പറയാ, അങ്ങനെ ഒരു ക്രൂ ആയിട്ടൊന്നുമില്ല. നമുക്ക് ആരാണോ കൂടെ ഉള്ളത് അവര് ഹെൽപ്പ് ചെയ്ത് ബാക്കി നമ്മൾ അങ്ങോട്ട് ശരിയാക്കും. ഇപ്പം ഡോക്ടർ വീഡിയോ ആയാലും, അംബിക ന്യൂസായിട്ട് വരുന്നത്, അതുപോലെ മറ്റേ നമ്മുടെ ഏറ്റവും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ റെയ്ഡ് വീഡിയോ ആണ്. അതില് നമ്മുടെ മാഡം ജി വൈഫ് വന്ന് ഭയങ്കരമായിട്ട്, എനിക്കൊന്ന് ഭയങ്കര ഫാൻസ് ഇപ്പൊ മാഡം ജിക്ക് ഉണ്ടെന്ന്. റെയ്ഡ് എന്നുള്ള വീഡിയോ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് കിട്ടാത്തൊരു പ്രശ്നം. അലമാറി തുറക്കുമ്പോൾ സംതിങ് സ്പെഷ്യൽ ആ സാധനത്തിനുള്ളിൽ ഉണ്ടാവണം. അപ്പൊ അതിങ്ങനെ കുറെ കാലം മനസ്സിൽ ഇങ്ങനെ കൊണ്ടു കിടന്നു. ഞാൻ കൂടുതലും കണ്ടന്റ് ഉണ്ടാക്കുക, നമ്മൾ ചിലപ്പോൾ ഒരു മ്യൂസിക് കേൾക്കും, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് എന്തെങ്കിലുമൊക്കെ നമ്മളെ ലൈഫിൽ തന്നെ ചില സമയത്ത് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞ കഥയിലൊക്കെ എന്തെങ്കിലും ചെറിയ ത്രെഡ് കിട്ടും. ആ ഒരു സാധനം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് ഇങ്ങനെ നടക്കും. അത് ഡെവലപ്പ് ചെയ്താക്കുക. അപ്പൊ ഇതിലേറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു എനിക്ക്. ഞാൻ ഫിക്സ് ചെയ്തു, എൻ്റെ ക്ലൈമാക്സ് ഇതാണ്, അലമാറി തുറക്കുമ്പോൾ അനിയൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഏറ്റവും വലിയ ചലഞ്ച്, എനിക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇല്ല, അതായത് ആരുമില്ല. പിന്നെ എൻ്റെ അനിയത്തി ഇല്ല, അനിയത്തി നാട്ടിലില്ല, ഗൾഫിലാണ്, ഖത്തറിലാണ്. പിന്നെ എനിക്ക് കസിൻസിന് ആരെയും അങ്ങനെ വലിച്ചിടാൻ പറ്റുന്ന ആൾക്കാരൊന്നും അന്ന് ആ ഒരു ഏജ് ഗ്രൂപ്പിലൊന്നുള്ള ആരും കിട്ടാനില്ല. പിന്നെ അവരൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോഴും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പെർമിഷന് കാര്യം നമ്മൾ ആൾക്കാരെ മുന്നിലേക്ക് ഔട്ട് ചെയ്യണ സാധനം. ആ ഒരു സമയത്ത് ഞാൻ ദിൽഫനോട് ഇങ്ങനെ ചോദിച്ച് ഒന്ന് ജസ്റ്റ് ഇരിക്കാൻ പറ്റും. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ക്യാമറൻ്റെ മുന്നിൽ വന്നുള്ള ഒരു പരിപാടിയില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം ഞാൻ പിന്നെ ഈ മുഖം കവർ ചെയ്യാന്നുള്ളൊരു സംഗതി ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ഒരു ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. അത് പറഞ്ഞപ്പോൾ എന്നോട് അങ്ങനെ ഏതാണ്ടൊക്കെ നോക്കിയായി, ഇത്രേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സത്യം പറഞ്ഞ. ഇന്നലെ നമ്മള് ഈ നിങ്ങളാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ എടുത്ത് പറഞ്ഞൊരു സാധനം അതായിരുന്നു. ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള, നല്ല രീതിക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. അത് നല്ല വ്യൂ വന്നത്, മീൻസ് വ്യൂ എന്നുള്ളതിന്റെ ഉപരി ഒരുപാട് ആൾക്കാർ നമ്മളെ കാണുമ്പോൾ പറയുന്ന കുറച്ച് വീഡിയോയിലൊന്നാണ്. അതുപോലെ നമ്മൾ ഇപ്പം അതോട് അനുബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫാമിലിൻ്റെ സപ്പോർട്ടാണ്. ഫാമിലി ആരൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെ രീതിയിലാണ് അവർ നമ്മളെ സപ്പോർട്ട്, ഈ ഒരു രീതിയിൽ വളർച്ചയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തത്? ഫാമിലി ഭയങ്കര സപ്പോർട്ട് ആണ് എനിക്ക്. ഫാമിലി എന്ന് കാരണം എല്ലാവരും വളരെ സപ്പോർട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. വീട്ടിൽ കൂടുതൽ സമയം ഉമ്മമ്മയാണ് ഉണ്ടാകുക. ഉമ്മമ്മയാണ് നമ്മളെ മെയിൻ പാർട്ട്ണർ. ഉമ്മമ്മ ശരിക്കും നമ്മുടെ ക്രൂവിന്റെ ഒരു ഭാഗമാണ്. ആരോട്? ഓനോട് പറഞ്ഞാല് രണ്ടാളൊന്നും അറിയാം, പക്ഷെ അവരത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഫസ്റ്റ് പറഞ്ഞ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മളെ ഉമ്മയാണല്ലോ, നമ്മളെ ഉമ്മയാണ്. പക്ഷെ അവർക്കാണെങ്കിലും ഈ വീഡിയോ ആയിട്ട് കാണുമ്പോൾ, കണ്ടന്റ് ആയിട്ട് കാണുമ്പോൾ അവർക്ക് ഞാനാന്ന് തോന്നുന്നില്ല എന്നുള്ള സംഗതി ഉറപ്പല്ലേ, ഭയങ്കര സന്തോഷമുള്ള ഒരു സംഗതിയാണ്. ഉമ്മ നമ്മളെ എല്ലാ വീഡിയോസിന്റെ ഷൂട്ടിനും ഇവിടെ ഉണ്ടാവുന്നതാണ്. കാരണം ഫുൾ ടൈം വീട്ടിലുണ്ടാവുന്ന ആളാണ്. ഷൂട്ടിംഗ് ഒക്കെ നമ്മൾ എടുക്കുന്നൊക്കെ മുഴുവൻ കണ്ടിരിക്കുന്ന ആളാണ്. നമുക്ക് ലൊക്കേഷൻ ക്ലീൻ ആക്കി തരിക. അതേപോലെ എൻ്റെ ഒരു വീഡിയോയിലുണ്ട് മറ്റേ ഇങ്ങനെ ഒരു നമ്മുടെ ഇതില്ലേ പ്രോപ്പർട്ടീസ്, ഒരു മുറം എടുത്തെറിയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എവിടുന്ന ഈ മുറം വരുന്ന വെച്ചാൽ ഉമ്മമ്മന്റെ സഹായങ്ങളാണ് അതൊക്കെ. നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ കലാകാരന്മാരോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വല്ല പണിക്കും പോയിക്കൂടെ എന്നുള്ളത്. എല്ലാവരും കേൾക്കുന്നു, ഇതൊരു പണിയായിട്ട് ഇതുവരെ ആരും അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ സിനിമ വലിയൊരു നടനായ പോലും ഇത് വല്ല പണിക്കും പോയിക്കൂടെ. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാല്
നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദിക്കാനുള്ള അവസരമല്ല, നിങ്ങൾക്ക് പണിയുണ്ട്. എന്താണ് നിങ്ങളെ പണി? ഞാൻ ആക്ച്വലി പർച്ചേസ് മാനേജറാണ്. ഓക്കെ. നമുക്ക് എക്സ്ട്രാ അപ്പാരൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് അതിൽ പർച്ചേസ് മാനേജറായിട്ട് വർക്ക് ചെയ്യും. ഇപ്പം അടുത്ത് വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി? കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഈ ഏണിങ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ. ഏണിങ്സ് എനിക്കും ഭയങ്കരമായ നോളജ് ഇല്ല, പക്ഷേ ഏണിങ്സിന്റെ ഒരു കേസ് യൂട്യൂബ് റവന്യൂ, ഇൻസ്റ്റാഗ്രാമിന് റവന്യൂ ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ബിസിനസ്സുമായിട്ട് കൊളാബ് ചെയ്താൽ മാത്രം അവരോട് വാങ്ങുന്ന സാമ്പത്തികം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതുവരെ അങ്ങനെ ഒരു കൊളാബറേഷനിലേക്ക് അങ്ങനെ നീങ്ങില്ല. പിന്നെ യൂട്യൂബ് റവന്യൂ ഉണ്ട്, പക്ഷെ അത് ഷോർട്സിന് ഇല്ല, മെയിൻ വീഡിയോകൾക്കേ ഉള്ളൂ. ഷോർട്സിന് വളരെ ചെറിയ എന്തോ അത് ഒരു കണക്കാക്കാൻ പറ്റുന്ന റവന്യൂ ഒന്നും വരില്ല. ജനറലി ആളുകളുടെ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ അത് കുറെ യൂട്യൂബേഴ്സ് ഉണ്ടാക്കി തീർത്തൊരു പ്രശ്നമാണ്. കാരണം അവര് യൂട്യൂബ് വരുമാനം കൊണ്ട് കാറ് വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ട്, അതൊക്കെ വലിയ ലെവലിലേക്ക് ഫോളോവേഴ്സും വ്യൂവേഴ്സും വരുമ്പോഴാണ്. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല, വ്യൂവർഷിപ്പ് വേണം. ആളുകൾ നമ്മുടെ വീഡിയോ അത്രയും സമയം ബോറടിക്കാതെ ഇരുന്ന് കണ്ട് അവിടെ നിന്ന് മാത്രമേ ആഡ്സ് വരുള്ളൂ. ആഡ്സ് വന്നാലേ റവന്യൂ ഉള്ളൂ. പക്ഷേ ഒരു ജനറൽ കൺസെപ്റ്റ് അത് നമുക്ക് ആരെയും തിരുത്താൻ പറ്റില്ല. അത് ഓഡിയൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുക എന്താ വെച്ചാൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കും. എത്ര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അപ്പോൾ മാസം ഒരു സബ്സ്ക്രൈബറിന് 1 ഉറുപ്പ്യ വെച്ച് വന്നാൽ പോരെ, 2 ലക്ഷം ആളുടെ 2 ലക്ഷം ഉറുപ്പ്യയില്ലേ. അപ്പോൾ അതിൻ്റെ ഉമ്മനോട് ഒരു നമ്മളെ റിലേറ്റീവ് ആയിട്ടുള്ളൊരു താത്ത പറഞ്ഞ സംഗതിയാണ്. അപ്പോൾ അന്നാണ് എൻ്റെ ഉമ്മ എന്നോട് വന്നിട്ട് ആദ്യമായിട്ട് എന്നോട് വീട്ടിൽ നിന്ന് ചോദിക്കുന്നത് എത്ര കിട്ടിയതാണ്. അതിൻ്റെ മുന്നേ അവർക്കാർക്കും അങ്ങനെ ഇതിൻ്റെ റവന്യൂ ഉണ്ടോ അതിനെ പറ്റിയൊന്നും ചിന്തിക്കണില്ലല്ലോ. എല്ലാവരും എൻ്റെ വീട്ടിലെല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാർ, എൻ്റെ ഉമ്മ അടക്കം ജോലി ചെയ്യുന്ന ആളാണ്, വൈഫ് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരാരും ഇതിനെ പറ്റി ചിന്തിച്ചില്ല. അന്ന് ആദ്യമായിട്ട് എന്നോട് ചോദിച്ചു, ഇന്നിങ്ങനെ ഞാൻ കല്യാണത്തിന് പോയപ്പോൾ എന്നോട് ഇന്ന ആൾ പറഞ്ഞു, ഇജാസിനിപ്പോൾ 2.5 ലക്ഷം ഉറുപ്പ്യൊക്കെ മാസം കിട്ടൂല, എന്താല്ലേ സുഖല്ലേ അങ്ങനെ. അപ്പോൾ ഉമ്മക്ക് നോ പറയാൻ കഴിയില്ല. ഉമ്മ ഞെട്ടിപ്പോയി. ഉമ്മക്ക് ഭയങ്കര അല്പം ഇത്രയും പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ. അന്ന് രാത്രി എന്നോട് വന്ന് ചോദിച്ചു, ഇല്ല ഇത് ഇങ്ങനെ കിട്ടുന്നുണ്ടോ എനിക്കെന്ന് ചോദിച്ചു. എങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കുമോ, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാസം 2.5 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിലും എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഓഡിയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ ഭയങ്കര ഓഡിയൻസ്. അപ്പോൾ ഈ ഓഡിയൻസിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റാണ് പറയുന്നതെങ്കിലും ഈ ഓഡിയൻസിനെ കൺസിഡർ ചെയ്യാറുണ്ടോ നമ്മൾ? ഉണ്ട്, അത് ചെയ്യണമല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ 2 കേസാണ് എൻ്റെ ഇതില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലാണ് വീഡിയോ ചെയ്യണം. ഇവിടെ ഓഡിയൻസിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് അതൊരു ജെൻസി എന്ന് പറയാം, കൂടുതൽ പോപ്പുലേഷനും ജെൻസിയാണ്. പിന്നെ 90s കിഡ്സ് ഉണ്ടെങ്കിലും എന്താ പ്രശ്നം ചെയ്ത് റെഗുലറായിട്ട് യൂസ് ചെയ്യണം. ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കാലം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ആരാണ് ഇതിലുള്ളത്, ഇവരുടെ ടേസ്റ്റ് എന്താ. പക്ഷേ യൂട്യൂബ് ഭയങ്കര ഡിഫറെൻ്റാണ്. യൂട്യൂബിൽ ഇവരൊക്കെ യൂട്യൂബിലും കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷേ യൂട്യൂബിൽ എന്താ പ്രശ്നം വെച്ചാൽ ചെറിയ കുട്ടികൾ മുതൽ വളരെ മുതിർന്ന എൻ്റെ ഉമ്മമ്മ വരെ യൂട്യൂബ് വ്യൂവറാണ്. അവർക്കൊന്നും ഇൻസ്റ്റാഗ്രാമില്ല. അപ്പോൾ അതിലുള്ളൊരു വ്യത്യാസം തന്നെ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ വർക്കാവുന്ന ചില കണ്ടന്റുകൾ ഉണ്ടാവും. അത് ഇൻസ്റ്റഗ്രാം റിലേറ്റഡ് തമാശകളോ അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. അത് നമ്മൾ ഒരു കണ്ടന്റാക്കി ഇൻസ്റ്റഗ്രാമിലിട്ടാൽ അവിടെ കിട്ടുന്ന റീച്ച് ചിലപ്പം യൂട്യൂബിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതേപോലെ യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കുറച്ചും കൂടി ഒരു വേറെ ഒരു കണ്ടന്റാണ് പ്ലാൻ ചെയ്യുക. യൂട്യൂബിൽ ഇപ്പോൾ എന്താ പറയുക, കുറച്ചും കൂടി നമ്മൾ ഉമ്മമാർക്കും അല്ലെങ്കിൽ ഉപ്പമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വീട്ടിലെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ലോഡ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ ഇത് രണ്ടും ആലോചിക്കും. അപ്പൊ എനിക്കറിയാം എന്തെങ്കിലും ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടാവും ഇത് യൂട്യൂബിലായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ഇൻസ്റ്റാഗ്രാമിൽ അത്ര വരൂല. രണ്ടിലും പോസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ഇതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ ഇപ്പം സിനിമയിൽ ഉണ്ടായിരുന്നു കഠിനത്തിൽ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ആദ്യത്തെ സിനിമയാണ് അല്ലേ? അതെ, ഫസ്റ്റ് സിനിമയാണ്. അത് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? ഈ കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്, പക്ഷെ എങ്ങനെയാണ് വന്നത്? അത് എനിക്ക് സത്യം പറഞ്ഞ സിനിമയായിട്ട് യാതൊരു തരത്തിലും കണക്ഷൻസ് ഇല്ല. റഹ്മാൻ എന്നായിരുന്നു ക്യാരക്ടറിന്റെ പേര്. റഹ്മാൻ അത് ശരിക്ക് ജോണി സാർ ഇട്ട ഒരു ക്യാരക്ടർ നെയിമാണ്. ശരിക്കും അങ്ങനെ ഒരു സ്പെസിഫിക് നെയിം ഒന്നും അതിൽ മെൻഷൻ ചെയ്തില്ല. മണവാളൻ എന്നായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. അവർ ഒരു സീൻ അവിടെ നിന്ന് ആ പോലീസ് സ്റ്റേഷൻ സീനൊക്കെ അവിടെ നിന്ന് കുറേ ഡെവലപ്ഡ് ആവുമല്ലോ ആർട്ടിസ്റ്റ് വരുമ്പോൾ. അങ്ങനെ പുള്ളിയിട്ട പേരാണ് മണവാളനും. കോൺസ്റ്റബിൾ പെണ്ണിനൊരു പേരുണ്ട്, അതും പുള്ളിയിട്ട പേരാ. അത് ശരിക്കും പറഞ്ഞാല് അങ്ങനെന്തോ അത് രണ്ടും ജോണി ആന്റണി സാർ ഇട്ട പേരാ. പക്ഷെ അത് ഭയങ്കര സന്തോഷം ഉണ്ടായ ഒരു എക്സ്പീരിയൻസാണ്. കാരണം നമുക്കൊന്നും ഒരിക്കലും ഞാനൊന്നും അങ്ങനെ നമ്മൾ എത്തിപ്പെടുന്നു വിചാരിച്ചൊരു സ്ഥലമല്ല സിനിമ. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിയേറ്ററിൽ കാണുക, എൻജോയ് ചെയ്യുക. അതൊരു വേറെ വേൾഡാണ്, പാരലൽ യൂണിവേഴ്സാണ്. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ആ കോള് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മളെ ഫ്രണ്ട് ഷമൽ പറഞ്ഞിട്ടാണ്
ഡയറക്ടർക്ക് തന്നെ അറിയാം. അപ്പോൾ ഒരു വീഡിയോസ് കണ്ടു, എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞൊരു ചെറിയൊരു ഓഡീഷൻ പരിപാടി ഉണ്ട്, ഒന്ന് കോഴിക്കോട് വരണം എന്ന് പറഞ്ഞു മുവാസിൻ. അങ്ങനെ ഞാൻ ചെന്നു. ജസ്റ്റ് മുവാസിൻ ആ ഒരു സീൻ പറഞ്ഞൊന്നു ചെയ്തു, പുള്ളിക്ക് ഓക്കെ ആയി. അപ്പോൾ എനിക്ക് ഭയങ്കര വണ്ടറായിരുന്നു. നമ്മൾ അങ്ങനെ ഉണ്ടാവല്ലോ, പെട്ടെന്നൊരു ലാറ്ററൽ എൻട്രി ആണ് നമുക്ക് സിനിമയിലേക്ക്. ഓക്കെ, എന്നോട് പറഞ്ഞു ഇജാസ് ബ്രോ നിങ്ങൾ ചെയ്താൽ മതി, നമുക്ക് പ്രൊഡക്ഷനിൽ വിളിച്ച് പറയും, ഡേറ്റ് 2 ദിവസത്തെ ഡേറ്റ് വേണ്ടി വരും, ചെയ്യാം. പിന്നെ അങ്ങോട്ട് ആ ഒരു ഷൂട്ട് എത്തണ വരെ സത്യം പറഞ്ഞാൽ എനിക്കിത് സത്യമാണോ അല്ലേ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ബേസിലുണ്ട്, ജോണി ആൻ്റണി ഉണ്ട്. ഈ ഒരു സീനിൽ ഞാൻ അവരുടെ കൂടെയാണ്, ഞാൻ ആദ്യമായിട്ട് ആ സിനിമൻ്റെ ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കാൻ പോകുന്നു. പിന്നെയുള്ള ആ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഒരു വണ്ടറായിരുന്നു എന്താ സംഭവിക്കാതെ. പക്ഷേ എന്താ പറയുക, ഫസ്റ്റ് ഷൂട്ട് തന്നെ പോലീസ് സ്റ്റേഷൻ അല്ല, നമ്മളൊരു ബിരിയാണി കഴിക്കുന്ന ഒരു സീനുണ്ട്, അതെ, ആ സോങ്ങിൻ്റെ ഒരു കട്ടാണ്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ബേസിൽ സാറിനെ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. പുള്ളിനെ കണ്ട് പരിചയപ്പെട്ട് പുള്ളിൻ്റെ കാരവാനിലിരുന്ന് സംസാരിച്ച് ഞങ്ങൾ യൂട്യൂബിനെ കുറിച്ചും കണ്ടന്റ് ക്രിയേഷനെ കുറിച്ചും ഭയങ്കര കൂളായിട്ടുള്ള ഒരാളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബേസിൽ എന്ന് പറഞ്ഞ ആള് ഇപ്പോൾ ഫാമിലി സ്റ്റാർ അറിയപ്പെടുന്ന ആളാണ്. പുള്ളി വളരെ ഫ്രണ്ട്ലി ആയിട്ട്, നമ്മൾ സിനിമയിൽ എങ്ങനെയാണോ പുള്ളിനെ ഇഷ്ടപ്പെടുന്നത് അതിനേക്കാൾ കൂടുതൽ നമുക്ക് അടുത്ത ഇടവേള ഇഷ്ടമാവും. പുള്ളി ഭയങ്കര കൂളാക്കി കാരവാനിലിരുത്തി നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഈ ഷൂട്ടിനെ പറ്റി വീഡിയോസ് കണ്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. പലതും കണ്ടിട്ട് പുള്ളിൻ്റെ ഒരു ചിരി ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊരു വീഡിയോ അന്ന് ലാസ്റ്റ് ചെയ്ത് വെച്ച വീഡിയോ ആയിട്ടുണ്ടായിരുന്നത്, ഈ വീട്ടിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് അനിയന്റെ കല്യാണം ശരിയാവും, ഏട്ടന്റെ കല്യാണം ശരിയാവും. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട്, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരിക്കുമ്പോൾ അനിയൻ പറയും, വാപ്പ പറഞ്ഞു എന്നോട് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ പുള്ളി കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് പുള്ളി ആ ഒരു ഏട്ടനോടത് പറയുമ്പോൾ ഏട്ടൻ്റെ റെസ്പോൺസ് ഉണ്ട്. അതിൽ പിന്നെ ബാഗും അയാൾ വായിച്ച മാസികയൊക്കെ എടുത്തിട്ടാണ് പോകണം. ആ ഒരു സാധനത്തിൽ പുള്ളിൻ്റെ ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരി ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് വെച്ചത് ഇപ്പോൾ സക്കറിയ നായകനാകുന്ന സംവിധായകൻ സക്കറിയ നായകനാകുന്ന അതൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ റോളാണ്. അപ്പോൾ സിനിമ റിലീസിലേക്ക് വരുന്നേ ഉള്ളൂ. ഓക്കെ, അത് ഒരു ആരാണ് അതിൻ്റെ ക്രൂ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? അതിൽ നമ്മുടെ ആഷിഫ് കക്കോടി, ആയിഷന്റെ ഒക്കെ റൈറ്റർ ആഷിഫ് കക്കോടിയാണ് റൈറ്റർ. ഷമീം എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരാളാണ് അതിന്റെ ഡയറക്ടറായിട്ട് വരുന്നത്. ഷമീം അസോസിയേറ്റ് ആയിട്ടൊക്കെ മുന്നേ സിനിമയിൽ 2-3 സിനിമയിലുള്ള ഒരാളാണ്. അപ്പോൾ അതിലേക്കാണ് ആദ്യം ഇങ്ങനെ പറഞ്ഞു വെച്ചൊരു സംഗതി. പക്ഷെ അതിന്റെ ഇടക്കാണ് കമ്മ്യൂണിസ്റ്റ് കഠിനകടോരം പെട്ടെന്ന് വളരെ സ്പീഡിൽ വന്നതും. പിന്നീട് അത് ഒരു വലിയ ഷെഡ്യൂളായിരുന്നു കമ്മ്യൂണിസ്റ്റ് വെച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, ഒരു സജിത്ത് എന്നുള്ള പേരുള്ളൊരു ക്യാരക്ടറാണ്. ഇതൊരു ഫാമിലി ഒരു എന്റർടൈനർ ആയിരിക്കും, കോമഡിയും ഫാമിലി, ഒരു ചെറിയ സിനിമ, ഒരു നല്ല ചെറിയ സിനിമ. ഡയറക്ടർ സക്കരിയാണ് നായകനായിട്ട് വരുന്നത്. നമ്മൾ പോയി 1.5 മിനിറ്റിന്റെ ഉള്ളിൽ അഭ്യാസം കാണിക്കുന്നു. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോഴുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അത് ശരിയാ, അത് നല്ല പ്രയാസം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഇതന്നെ ഫസ്റ്റ് ഷൂട്ട് കഠിനകടോരാണല്ലോ. ഈ കഠിനകടോരത്തിന്റെ ഷൂട്ടിൽ ഡയലോഗ്സ് പറഞ്ഞ് പ്രോംപ്റ്റ് ചെയ്തൊന്ന് ഡയലോഗ് പറഞ്ഞൊന്ന് കഴിഞ്ഞ് എന്നോട് ഒന്ന് നോക്കല്ലെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ആക്ഷൻ പറയുമ്പോഴത്തേക്ക് ഞാൻ ടക്കെന്ന് പറഞ്ഞിട്ട് ഡയലോഗ് എന്ന് പറയും. അപ്പോൾ മുവാസിനെ വിളിച്ചു, നിജാസെ തൻ്റെ റീലല്ല, മെല്ലെ പറഞ്ഞു, 2.5 മണിക്കൂർ സമയമുണ്ട്, സിനിമയാണ്, ഒരുപാട് സമയമുണ്ട്. നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഈ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കുറേ ഡയലോഗ്സ് ഉണ്ടാക്കും എൻ്റെ റീലിൽ. അപ്പം എനിക്കാണെങ്കിൽ ഇതൊന്നും കട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കണ്ടന്റിൻ്റെ ഭംഗി പോകുന്ന വെച്ചിട്ട് ഞാൻ സ്പീഡ് കൂട്ടി 1 മിനിറ്റിൻ്റെ ഉള്ളിലേക്ക് അഭിനയിച്ച് സ്പീഡ് കൂടിപ്പോയി. ഇപ്പം തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എൻ്റെ സ്പീഡ് കൂടുതൽ. അപ്പോൾ അന്ന് പെട്ടെന്ന് വാസിൻ എന്നോട് മൈക്കിൽ പറഞ്ഞു, വിജാസെ സമയമുണ്ട്, നല്ല ചെയ്താൽ മതി. ഇവർക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് വലിയൊരു പ്രശ്നം തോന്നിയത്. എല്ലാ സീനിലും ഡയലോഗ് പറയുമ്പോൾ, പിന്നെ കമ്മ്യൂണിസ്റ്റ് വെച്ചിൻ്റെ ഷൂട്ടിലേക്കൊക്കെ പോയപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ പറയും. ആദ്യം തന്നെ ഇങ്ങനെ മേക്കപ്പ് ഇടുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ജസ്റ്റ് ഡയലോഗ് നല്ല പറഞ്ഞാൽ മതി, സ്പീഡിൽ പറയണ്ടേ, 1 മിനിറ്റല്ല 2 മണിക്കൂർ, അതെ ഒരുപാട് സമയമുണ്ട്, നല്ല പറഞ്ഞാൽ മതി. അത് ഒരു പ്രശ്നം തന്നെയാണ് ശരിക്കും. നമ്മളൊരു സിനിമ മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കി തന്നെ മാനേജ് ചെയ്യണം. ഇപ്പൊ രണ്ട് ഫോർമാറ്റ് ആണെന്നുള്ളത്, അതെ ആ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കണം. ഈ വിഷയം സംസാരിച്ചപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, ഞാനും കുറച്ച് സ്പീഡിലാണ് ഇന്റർവ്യൂവിൽ സംസാരിക്കണത് എന്നുള്ളത്. ഇതൊക്കെ നമ്മളെ ലൊക്കേഷനാണ്. മെയിനായിട്ടുള്ള ഏരിയ ഈ ഒരു കോമ്പൗണ്ടാണ്. ഇതാണ് വീട്. പിന്നെ ഈ ഒരു മതിലിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളെ മൊത്തം പരിപാടികൾ. പ്ലേ ബട്ടൺ പോയ, അതെ പ്ലേ ബട്ടൺ പോയ കിണറാണ്. അപ്പം ഈ കിണർ, ഈ ചുറ്റുപാട്, പിന്നെ ഇത് ഉമ്മൻ്റെ കസിൻ്റെ വീടാണ്. അപ്പോൾ അത് ഉമ്മൻ്റെ വേറൊരു കസിനാണ്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് മൊത്തത്തിൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ഈ കോമ്പൗണ്ടിലുള്ള ഉള്ളിലുള്ള. ഇപ്പം നമ്മൾ നേരത്തെ എനിക്ക് വിട്ടുപോയ ഒരു കാര്യം,
മാന്യപ്രേക്ഷകർക്ക് വെറും വർത്താനത്തിലേക്ക് സ്വാഗതം. അതെ, വെറും വർത്താനത്തിന്റെ ഇൻട്രോ എങ്ങനെയാണ് അത് അതില്ലേ അങ്ങനെ ഒരു എങ്ങനെയാണ് അത് ഇങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനെ കഥകള്. ശരിക്കും എന്റെ ഫ്രണ്ട്സ് പറയല് ഇപ്പോഴും ഈ ആ കഥ പറയുന്നതിന്റെ രസം ഇല്ലാന്നാ പറയാം. അവരുടെ സർക്കിളിൽ ഞാൻ പറയുന്ന കഥന്റെ രസം വെറും വർത്താനത്തിന് ഇല്ലാന്ന് എപ്പോഴും ഒരു പറയും. കാരണം അതെന്താ പ്രശ്നം വെച്ചാൽ നമ്മള് ക്യാമറയിലേക്ക് നോക്കിയല്ല സംസാരിക്കണം. ഈ ഒരു സുഖം പോലും ചിലപ്പോൾ നമുക്ക് ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ മീൻസ് അത് ആയി വന്നില്ല. നമ്മൾ ട്രെയിൻ ചെയ്ത് ഇനി അങ്ങനെ ആവണം. അതിലേക്ക് എത്തിയത് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വേറെ സാധനം അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ഒരേ സാധനം അങ്ങനെ ചെയ്തു പോവല്ലോ റീല് എന്നുള്ളത്. അതൊന്ന് മാറിയിട്ട് എന്തെങ്കിലും കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള വേറൊരു സംഗതി എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ തോന്നി. വെറും വർത്താനം എന്ന് പേരിടാൻ കാരണം അതാ. അത് വെറും വർത്താനാണ്, അതിൽ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഒരു മെറ്റീരിയൽ ആയിട്ടൊന്നും രസമുള്ള ഒരുപാട് കഥകളാണ്. ഈ കഥകള് ഇപ്പൊ നമ്മളെ അനുഭവങ്ങളാണ്. പക്ഷെ അത് സെലക്ട് ചെയ്യണതിൽ എന്തെങ്കിലും ഇതുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ വെറുതെ പറഞ്ഞു നോക്കലുണ്ടോ? ഇല്ല, പറഞ്ഞു നോക്കിയില്ല ഇതുവരെ. പക്ഷെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കലുണ്ട് കഴിയുന്നതും വേറെ എങ്ങനെയൊക്കെ പറയണമെന്നുള്ള സ്ട്രക്ചർ ഉണ്ടാക്കും, എന്നിട്ട് അങ്ങോട്ട് പറയല്ലോ. അതും സ്ട്രക്ചറും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാനത് എന്താണ് മനസ്സിലുള്ള ആ ഒരു സംഗതി എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. പക്ഷെ കഥ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കഥകൾ എനിക്ക് പറയാൻ കഴിയാതെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെന്തുകൊണ്ടാ വെച്ചാൽ വേറൊന്നുമല്ല, ഒരുപാട് ആൾക്കാരെ പേര് പറയേണ്ടി വരും. അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ നസീഫുള്ളൊരു കഥ പറയുമ്പോൾ ഞാൻ നസീഫിന്റെ പേര് പറയുമ്പം അതെനിക്കൊരു ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ. അപ്പൊ ഞാൻ കുറേ സാധനം ഇങ്ങനെ ഒഴിവാക്കും. പിന്നെ ചില ആൾക്കാരോട് സമ്മതം ചോദിക്കും. ഞാൻ എൻ്റെ ഒരു കസിൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാനിങ്ങനെ ആ സംഭവം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ചില കഥയിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഇനി പറയാൻ പോകുന്ന കഥകളിൽ എനിക്ക് സംഭവിച്ച സംഭവങ്ങളാണ് പറയാൻ നല്ലത്. അതാകുമ്പോൾ ആർക്കും പരാതി ഉണ്ടാവില്ല. ഇപ്പം വന്ന കഥകൾ കേട്ടിട്ട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇല്ല. പക്ഷെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ കഥ ഞങ്ങളെ പണ്ട് ചെറിയ ചാക്കോ മാഷ് എന്ന് പറഞ്ഞ, അത് ഞങ്ങളെ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ച നമുക്കൊക്കെ പേടിയുള്ളൊരു മാഷ് ഉണ്ടാവില്ല. ആ മാഷ കഥ പറഞ്ഞു. അപ്പോൾ മാഷെ ഒരുപാടായിട്ട് നമുക്ക് അങ്ങനെ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആളാണ്. ചെറിയ ക്ലാസ് പഠിപ്പിച്ച ആ കഥ പറഞ്ഞ് അത് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അപ്ലോഡായി. അന്ന് രാത്രി ഒരു 7:30 ആകുമ്പോൾ എനിക്കൊരു കോള് വന്ന്, ഒരു അൺനോൺ നമ്പറിന്ന് കോള്. ഞാൻ അറ്റൻഡ് ചെയ്ത്. അപ്പോൾ ഒരു ഫീമെയിൽ വോയിസാണ്. എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നത്തെ യൂട്യൂബിലെ കഥ കേട്ടിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. ഈ പറഞ്ഞ അധ്യാപകൻ ഇപ്പോൾ എവിടെയുള്ളതെന്ന് അറിയാൻ പറ്റുമോ? എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടൂല, കാരണം യൂട്യൂബിലോ എവിടെയും എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തില്ല. അവസാനം ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ്, ഞാൻ ഈ പറയുന്ന അധ്യാപകന്റെ ഭാര്യയാണ്. നല്ല എക്സ്പീരിയൻസ്. ഞാൻ ഭയങ്കര പെട്ടെന്ന് ടെൻഷനായി. ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ മാഷ ഭാര്യയാണ്. അപ്പം വേറെ എന്തെങ്കിലും നിങ്ങൾ ഇവിടെ പറയാത്തതായിട്ട് എന്തെങ്കിലും കഥകൾ ഉണ്ടാവുമല്ലോ, അത് എന്നോട് പേഴ്സണലി പറയും. നിങ്ങൾ ഇവിടെ യൂട്യൂബിലാവുമ്പോൾ നിങ്ങൾ മാഷ കുറച്ച് നന്നാക്കിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, ഞാനത് ഉള്ള സംഭവങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. മാഷ് വളരെ സ്വീറ്റ് ആണെന്നൊക്കെ പറഞ്ഞോട്. അങ്ങനെയൊന്നും വേണ്ട. പിന്നീട് ബാക്കുന്ന ഒരു വോയിസ്, ആരാ മാഷ് കൂടെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ്. കാരണം അത് ഞാൻ പ്രത്യേകിച്ച് സമ്മതം ചോദിച്ച് പറഞ്ഞൊന്നുമല്ല. പക്ഷെ സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സാറ് വളരെ ഇതായിട്ടാണ് എടുത്തത്. ഞങ്ങൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 10-20 മിനിറ്റോളം സംസാരിച്ച്. സാറിന്റെ വൈഫ് സംസാരിച്ച്, സാറിന്റെ മോള് സംസാരിച്ച്. എനിക്ക് സന്തോഷമായി. ആദ്യത്തിൽ ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്. ആദ്യം ഞാനൊന്ന് ടെൻഷനായി. അയ്യോ, ഞങ്ങൾക്കൊരു പേടിയായി. സാറിന്റെ വൈഫിന് ഇഷ്ടമായില്ലേ, ഇനി സാറിന് ഇഷ്ടമായില്ലേ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അവര് നേരത്തെ വീഡിയോ കാണുന്നതാണ്, വെറും വർത്താനം കാണലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എപ്പിസോഡ് വന്നപ്പം തന്നെ പുള്ളിക്കാരി അത് കണ്ടിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളെ പറ്റിയല്ലേ ഈ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെവിടെയോ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ എല്ലാവരും എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ, അത് ആ സപ്പോർട്ടൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ വ്ളോഗ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഇതിലേക്ക്, പുതിയ കണ്ടന്റുകളിലേക്ക് ചേക്കേറുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ ചോദിച്ച വ്ളോഗിങ് ചെയ്ത് തുടങ്ങിയോന്ന് ചോദിച്ചത് പോയി നോക്കുക എന്ന പേരിട്ടിട്ട് ഞാൻ ചെയ്യുന്ന ജസ്റ്റ് ട്രാവൽ ഒരു സീരീസ് ആണ്. അത് എങ്ങനെയാണ് അത് തുടങ്ങിയത്? അത് തുടങ്ങിയത് എങ്ങനെയാ വെച്ചാൽ, എനിക്കിതൊന്ന് ചെയ്തു നോക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, എനിക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് ഹലോ ഗായ്സ്, ആ ഒരു സാധനം എനിക്ക് നടക്കൂല. എപ്പോഴും ഞാൻ പറയും നടക്കൂലെന്ന്. അപ്പോൾ എൻ്റെ ബോസ് പറയും, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ബോസ് എപ്പോഴും പറയും, നടക്കൂലെന്ന് പറയരുത്, നമ്മൾ ചെയ്തു നോക്കല്ലേ. ചെയ്താലല്ലേ മനസ്സിലുള്ളൂ. എന്താ നടക്കൂല എന്ന് പറഞ്ഞപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ നടക്കൂല എന്ന് പറഞ്ഞാൽ ചെയ്താക്കലല്ലേ എന്ന് പറയും. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടെന്നാലൊന്ന് ട്രൈ ചെയ്തുകൂടാ. അപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള മടിയാണ്. അപ്പോഴാണ് ഞാൻ വേറൊരു സ്ഥലത്ത് പോവാന്നുള്ളത്. അപ്പോൾ ഗുജറാത്തിൽ പോകുന്ന ഒരാവശ്യം വന്നപ്പോൾ ഞാനത് അവിടെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു, ഇങ്ങനെ ഒരു സംഗതിയായിട്ട് ചെയ്യാം. അതെനിക്ക് ഭയങ്കര കംഫർട്ടബിളായി. ഇവിടുന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നൊക്കെ ഞാൻ കുറച്ചൊന്ന് മടിച്ചു ഷൂട്ട് ചെയ്യാൻ. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് മൈക്കൊക്കെ വാങ്ങി. അതുവരെ എനിക്ക് മൈക്കൊന്നും.
ഈ പോയൊക്കെ എനിക്ക് ഗുജറാത്തിലെത്തിയപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ചെയ്യത്. അതിന്റെ ഗുജറാത്ത്, ഇത് സൂറത്ത്. ഇത് അല്ല, കാരണം ഞാൻ അങ്ങാടിയിൽ നിന്ന് പിടിച്ചാലും വലിയ പ്രശ്നമില്ല. കാരണം എന്റെ ചുറ്റിലുള്ള ആർക്കും എന്നെ അറിഞ്ഞൂടാ. ഇവിടെ അറിയുന്ന ആൾക്കാർ അവരെന്ത് വിചാരിക്കുന്നില്ല. ആ ഒരു ചെറിയ സാധനം ഉണ്ട്. ഇതിപ്പോ ഒരു സിനിമ ഷൂട്ടോ അല്ലെങ്കിൽ ഒരു ഷൂട്ടൊക്കെയാണ്, ഒരു ആക്ഷൻ കട്ട് പറഞ്ഞാൽ നമ്മളത് ചെയ്യും. അത് ഏത് റോട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ അത് പ്രശ്നമല്ല. അത് അങ്ങനെ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചെയ്യും. ഇത് ഈ ഒരു സാധനം ഇങ്ങനെ പിടിച്ചിട്ടുള്ള ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പരിപാടിയൊക്കെ ഒരു മടിയായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് അവിടെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ. ഞാനൊരു 8 എപ്പിസോഡ് കണ്ടിന്യൂസ് ചെയ്തു, ബോംബെന്ന് വീട്ടിലേക്ക് എത്തുന്നവരെ. പിന്നെ ഞാൻ ആകെ ചെന്നൈയിൽ പോയപ്പോഴാണ് തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ. അത് നമ്മളൊരു കോർപ്പറേറ്റ് ഓഫീസിൽ പോയപ്പോൾ ചെയ്തതാണ്. ഒരുപാട് വിശേഷങ്ങൾ സന്തോഷം. ഭയങ്കര സന്തോഷം. ഏതായാലും നിങ്ങൾ വന്ന ദിവസം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. ബർത്ത്ഡേ ആണ്. അതെ, ജാസിക് ബാലിന്റെ ബർത്ത്ഡേ കൂടിയാണ്. മീഡിയ വൺ ക്രിയേറ്റീവ് സ്റ്റുഡിയോ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരാളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ see you tomorrow അല്ലേ? അതല്ലേ പുതിയ സാധനം? See you tomorrow.